താങ്ക് യു സർ. അടുത്തതായി മോണാക്ട് അവതരിപ്പിക്കുന്നത് സ്നേഹ ബഷീറാണ്. സ്നേഹ ബഷീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ബാധ്യതയാവുമ്പോൾ അവരെ മാനസിക രോഗ കേന്ദ്രങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ കൊണ്ടാക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതാ ഒരു വൃദ്ധ മുത്തശ്ശിയുടെ വൃദ്ധ സ്വപ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിരാന്ത ആർക്കണ്ട പിരാന്ത്? എന്റെ ഉമ്മക്കണ്ട പിരാന്ത്. ഈ ആമിനെ താത്താക്ക് തലക്ക് നല്ല കഴിവുണ്ട്. ഊളി കഴിക്കാൻ ഞമ്മളെ വീട്ടിലെ മാനെ അല്ല. പിന്നെ ആമിനെ താത്താന്നല്ലാതെ ഒരാളും നമ്മളെ പുറത്ത് നോക്കി മനസ്സിലില്ല. വിളിച്ച് ഓള് എന്റെ മോന്റെ കെട്ടിയോള് ഇംഗ്ലീഷിൽ നമ്മളെ വിളിച്ച് ബിച്ചിന്ന് ആരും നമുക്കൊന്നും കുടികിട്ടിയില്ല. പക്ഷേങ്കിൽ ഓളമോന്ന് കണ്ടപ്പോ വീട്ടി എന്തോ കിടക്കാണ്. ഓട്ടനെ പുറത്ത് മോന്നക്കൊന്ന്. അതിനാണ് മക്കളെ ഞമ്മടെ ഈ പിരാന്തന്മാരെ കൊണ്ടാക്കിയത്. അല്ല അല്ല നാരായണമേ, ഈ ബിച്ചിന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല. ഇംഗ്ലീഷൊക്കെ കഷ്ടാണ്. മലയാളന്നെ പോരാ. മകൻ അമേരിക്കയിൽ കത്തയക്കുമ്പോ കണ്ണ് കാണില്ല കണ്ണ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞേ ആ പള്ളിയിലച്ഛനെ കൊണ്ടാ വായിപ്പിക്കാറേ. ഡോക്ടറാണ്. ഒരു പാവില്ലാത്ത നല്ല കുട്ടിയ അച്ഛൻ. നിക്കിന്റെ സ്വന്തം മോനെ പോലെയാ. അല്ല ആമിനൊക്കെ എങ്ങനെയാ? ഇതാ വിളിച്ച് ആമിനല്ല ആമിന താത്താന്ന് വിളി. മൂപ്പളവൻ നോക്കണ്ടേ? നിങ്ങൾ ഈ ഗുളിക കഴിക്കുന്നോ അതോ ഞാൻ ചെന്ന് ഡോക്ടറോട് പറയണോ? ഡോക്ടർ എന്താണ് എന്നെ പഠിച്ച മൂക്കി കിട്ടിയോ? കള്ള ഹിമാറെ സത്യം പറയാല ഈ ഗുളിക കഴിച്ചാൽ തല അങ്ങനെ പോവില്ല. സാരില്ലാണേ, ഒക്കെ ഭേദാവും. പിന്നെ ഇന്നാ എന്റെ മോനും കുട്ടികളും എന്നെ വിളിക്കാൻ വരണേ. അവരങ്ങ് അമേരിക്കയിലാ. ഇവിടുത്തെ വീടും പറമ്പും ഒക്കെ അവരങ്ങ് വിറ്റു. അല്ലെങ്കിലും നിക്കെന്തിനാ സ്വത്തും പണൊക്കെ? നിക്കിന്റെ മോനില്ലേ? അല്ല ആരൊക്കെ വരുന്നേ? വരൂന്നേ. മുത്തശ്ശി കാത്തിരിക്ക. വരൂന്നേ. വേണ്ട. മമ്മി ഇന്നലെ ഡാഡിയോട് പറഞ്ഞല്ലോ തലയ്ക്ക് സുഖമില്ലാത്ത മുത്തശ്ശിയെ എന്തിനാ വെറുതെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത്? വേണ്ട. ഡാഡി എന്താണ് കേട്ടത്? ഈ പിങ്ക് കുഞ്ഞിന്റെ മനസ്സിൽ പോലും വിഷം കുത്തിവെച്ചിരിക്കുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഡോക്ടർ, എന്റെ അമ്മയെ ഇഷ്ടപ്പെട്ടല്ലോ വാഴണ്ടാക്കുന്നത്. ഈ അവസ്ഥയിൽ അമ്മയെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. എന്റെ അമ്മയുടെ അസുഖമെന്ന് മാറ്റിക്കാൻ മാത്രം മതി. മിസ്റ്റർ വാസുദേവൻ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോഴല്ല ഒരിക്കലും മാനസിക രോഗമുള്ളതായി ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. മാനസിക രോഗ കേന്ദ്രം ഒരു ബാധ ഒഴിപ്പിക്കേണ്ട സ്ഥലമായി നിങ്ങൾ കാണരുത്. പ്ലീസ് ഈ അമ്മയോടൊപ്പം ദയ കാണിക്കും. വേണ്ട 10 മാസം ഞാൻ ചുമന്നു പറ്റ ഇവന്റെ കൂടെ എനിക്ക് പോണ്ട. എത്രയോ തവണ കുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ അച്ഛന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ എന്റെ മോനെ വിളിച്ചോട്ടെ. ആമിയത്താത്ത, എനിക്കിനി നിങ്ങളൊക്കെയുള്ളൂ. വളരെ നന്നായി. കരുണയുടെ മെമ്പർ ബഷീറിന്റെ മകൾ. എന്തായാലും കരുണയുടെ എല്ലാവിധ ആശംസകളും ആ കൊച്ചു സഹോദരി